ഹലോ ഫ്രണ്ട്സ്, ഉജ്ജ്വൽ PSC കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏതെല്ലാം തിരഞ്ഞെടുപ്പുകൾക്കാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഏതെല്ലാം ഇലക്ഷനുകൾക്കാണെന്നാണ്. നിയമസഭ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷൻ, ഈ 3 ഇലക്ഷനും നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. ഇതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ഇലക്ഷനാണ് വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. കേന്ദ്രത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉള്ള പോലെ തന്നെ സംസ്ഥാനങ്ങളിലും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അതിനെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് വിളിക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും നേതൃത്വം കൊടുക്കുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കുന്നത് നിയമസഭ, ലോക്സഭ, അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷനുകൾക്കാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കുക. മാത്രമല്ല, ഈ വീഡിയോയുടെ എല്ലാം PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ താഴെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം: ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടന അനുച്ഛേദം ഏതാണെന്നാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണിത്. ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടന അനുച്ഛേദം ഓപ്ഷൻ സി 324 ആണ്. 324 ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ 324 മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നത് 324 മുതൽ 329 വരെയുള്ള എല്ലാ ആർട്ടിക്കിളുകളും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നോർമലി ചോദിക്കാറുള്ളത് 324 ആണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ്. മൂന്നാമത്തെ ചോദ്യം: ഇലക്ഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? നിലവിലെ ഇലക്ഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 3 പേരാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച സമയത്ത് ഒരേ ഒരു ആൾ മാത്രമാണ്, ചെയർമാൻ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 2 മെമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്തു. അങ്ങനെ 3 മെമ്പേഴ്സായി. പിന്നീട് വീണ്ടും കുറച്ചിരുന്നു ഒരാളായിട്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 93-ന് ശേഷമാണ് 3 പേരാണ് ഇലക്ഷൻ കമ്മീഷനിലെ ആകെ അംഗങ്ങളായിട്ടുള്ളത്. 1+2 എന്നുള്ളത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊപ്പോർഷൻ വരുന്നത്. ഒരു ചെയർമാനും 2 മെമ്പർമാരും. ചെയർമാനെയും മെമ്പർമാരെയും എല്ലാവരെയും തന്നെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ് ഇവരെ നിയമിക്കുന്നത്. നാലാമത്തെ ചോദ്യം: ഏത് വർഷമാണ് ഇലക്ഷൻ പ്രായം 21-ൽ നിന്ന് 18 കുറച്ചത്? നിലവിൽ ഇലക്ഷൻ പ്രായം 18 വയസ്സാണ്. ഇങ്ങനെ 18 വയസ്സായിട്ട് കുറച്ചത് ഏത് വർഷമാണെന്നാണ്. 89-ലാണ്. 1989-ലാണ് ഇലക്ഷൻ പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായിട്ട് കുറച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതി സ്ഥിരം ചോദിക്കാറുള്ളതാണ്. 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇലക്ഷൻ പ്രായം 21-ൽ നിന്ന് 18 കുറച്ചത്. ഈ ഭരണഘടനാ ഭേദഗതി വന്നത് 88-ലാണ്, പക്ഷെ അത് നിലവിൽ വന്നത് 89-ലാണ്. അതുകൊണ്ട് ഈ ഒരു വർഷമാണ് ഇമ്പോർട്ടൻ്റ്, 89. 61ാമത് ഭേദഗതി അതുകൂടി ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം: ആർക്ക് തുല്യമായിട്ടുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഇലക്ഷൻ കമ്മീഷണർക്ക് ലഭിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷണർക്ക് ലഭിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷണർക്കും ലഭിക്കുന്നുണ്ട്. ഇത് ഭരണഘടനയിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ആറാമത്തെ ചോദ്യം: ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എത്ര കാലമാണെന്നാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി, അതായത് മെമ്പർമാരാണെങ്കിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനെ വിളിക്കുന്ന പേരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. CEC ആണെങ്കിലും അതിൻ്റെ മെമ്പർമാരാണെങ്കിലും 2 പേരുടെയും കാലാവധി 6 വർഷമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതുപോലെ 6 വർഷം കാലാവധിയുള്ള മറ്റ് 2 പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കൂടി ഇന്ത്യയിലുണ്ട്. അത് രണ്ടും തന്നെ ഭരണഘടനാ പോസ്റ്റാണ്. ഒന്ന് CAG ആണ്, കംട്രോളർ കം ഓഡിറ്റർ ജനറൽ. അതുപോലെ തന്നെ UPSCക്കും CAGക്കും ഇവർ 2 പേരും അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലും 6 വർഷമാണ് അവരുടെ കാലാവധി വരുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഏഴാമത്തെ ചോദ്യം: ലോക്സഭ ഇലക്ഷനെ റിട്ടേണിംഗ് ഓഫീസർ തസ്തിക വഹിക്കുന്നത് ആരാണെന്നാണ്. ലോക്സഭ ഇലക്ഷൻ സമയത്ത് റിട്ടേണിംഗ് ഓഫീസറിന്റെ തസ്തിക, അതായത് നാമനിർദ്ദേശം കൊടുക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർക്കാണ്. ഇതും ചോദിക്കാറുള്ളതാണ്, ആർക്കാണ് നാമനിർദ്ദേശം കൊടുക്കുന്നതെന്ന്. ഇലക്ഷനെ മത്സരിക്കുന്നവർ നാമനിർദ്ദേശം കൊടുക്കുന്നത് റിട്ടേണിംഗ് ഓഫീസർക്കാണ്. ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസറുടെ തസ്തിക ലോക്സഭ ഇലക്ഷൻ സമയത്ത് വഹിക്കുന്നത്. അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ ആണെങ്കിലും ശരി, നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും ശരി, സംസ്ഥാനങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓഫീസറുടെ പേരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ലോക്സഭ ഇലക്ഷനും നിയമസഭ ഇലക്ഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു പ്രതിനിധിയായിട്ട് സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ആളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇദ്ദേഹമാണ്
കളക്ടർമാർക്ക് നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്ന വ്യക്തി. പക്ഷെ അതേസമയം പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും ആണെങ്കിൽ അതിൽ വരുന്നതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അതിനും റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കും. അത് പൊതുവെ BDOമാരും IFSകാർ ഇത്തരത്തിലുള്ള പോസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ് നിയമിക്കുന്നത്. 8ാമത്തെ ചോദ്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്നാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ടോൾ ഫ്രീ നമ്പർ ആയിട്ടുള്ളത് ഓപ്ഷൻ D 1950. 1950 എന്നുള്ളതാണ് ടോൾ ഫ്രീ നമ്പർ ഇലക്ഷൻ കമ്മീഷന്റെ. ഇതിന് കാരണം 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിന്റെ ടോൾ ഫ്രീ നമ്പറും 1950 എന്നുള്ളത് വെച്ചിട്ടുള്ളത്. ഓപ്ഷൻ B ശ്രദ്ധിക്കുക, 1947. 1947 എന്നുള്ളത് ആധാർ, ഇന്ത്യയിലെ ആധാറിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1947. അതുപോലെ 1912 എന്നുള്ളത് കേരളത്തിലെ KSEBയുടെ ടോൾ ഫ്രീ നമ്പറാണ്. KSEB ബില്ലുകളുടെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും 1912 എന്നുള്ളത്. ഇത് ഇതിന്റെ ടോൾ ഫ്രീ നമ്പറാണ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഇന്ത്യയിലെ വോട്ടേഴ്സ് ഡേ, അതാണ് ദേശീയ സമ്മതിദായക ദിനം. വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25-നാണ്. ഓപ്ഷൻ D ആണ് ഉത്തരം. ജനുവരി 25-ആണ് ഇന്ത്യയിലെ വോട്ടേഴ്സ് ഡേ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത്. മറ്റ് ദിനങ്ങൾ കൂടി ഓർത്തിരിക്കും. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങൾ PSC പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. ജനുവരി 23 ദേശസ്നേഹ ദിവസം എന്ന് വിളിക്കും. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23. അതുപോലെ ജനുവരി 24-ആണ് ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ആരാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ മറ്റ് 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവർ 2 പേരെയും നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. രാഷ്ട്രപതിയാണ് ഇവർ 2 പേരെയും നിയമിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിലും അതിന്റെ മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ്. ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സുകുമാർ സെൻ തന്നെ മറ്റ് 1-2 വിദേശ രാജ്യങ്ങളുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് നേപ്പാൾ, അതുപോലെ തന്നെ സുഡാന്റെയും നേപ്പാളിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും സുകുമാർ സെൻ പോയിട്ടുള്ള ആളാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓപ്ഷൻ D TN ശേഷനാണ്. TN ശേഷനായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളി. 12ാമത്തെ ചോദ്യം, രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ്. രമൺ മാഗ്സസെ പുരസ്കാരം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ഇത് ലഭിച്ച ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി ആയിട്ടുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. TN ശേഷനാണ് രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇദ്ദേഹം മലയാളിയാണെന്ന് മാത്രമല്ല, രാഷ്ട്രപതി പ്രസിഡന്റായിട്ട് മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് TN ശേഷൻ. KR നാരായണനെതിരെയാണ് 1997 TN ശേഷൻ മത്സരിച്ചത്. മാത്രമല്ല TN ശേഷനാണ് ഇലക്ഷൻ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി. കോഡ് ഓഫ് കണ്ടക്ട് പോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് TN ശേഷന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് TN ശേഷൻ. 13ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ഒരുപാട് കമ്മീഷനുകളുടെ ആസ്ഥാന മന്ദിരങ്ങളുടെ പേര് PSCക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആസ്ഥാന മന്ദിരങ്ങളുടെ പേരും ചോദിക്കാറുണ്ട്. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേരാണ് ജനഹിതം എന്നുള്ളത്. ഓപ്ഷൻ D ആണ് ഉത്തരം. തിരുവനന്തപുരത്തെ ജനഹിതം ആണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 6 വർഷമാണ്. 6 വർഷം വരുന്ന മറ്റ് 2 തസ്തികകൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് UPSC ചെയർമാനും, UPSC ചെയർമാൻ മാത്രമല്ല മെമ്പറും വരും. അതുപോലെ തന്നെ CAGയുടെ പോസ്റ്റുമാണ്. ഇവർ 2 പേരും 6 വർഷം തന്നെയാണ് കാലാവധി. അതുപോലെ ഇതിൽ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള 1-2 പോയിന്റുകൾ കൂടി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 243-ലുള്ള 243 കെ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് 243 അതുപോലെ തന്നെ 243 ZA എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. PSC മെയിൻ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഇത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. കേരളത്തിലെ പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റിയും ഒക്കെ വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ കൂടി അറിഞ്ഞിരിക്കുക.
സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. കേന്ദ്രത്തിലെ പ്രസിഡന്റ് പോലെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ അത് നിയമിക്കുന്നത് ഗവർണറാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ എത്തിയിട്ടുള്ള ഒരേ ഒരു വനിത അല്ലെങ്കിൽ വനിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് എത്തിയ വനിതയാണ്. അത് ഓപ്ഷൻ ഡി VS രമാദേവിയാണ്. VS രമാദേവിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പദവിയിൽ എത്തിയിട്ടുള്ള വനിത. മറ്റു ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക, അവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓപ്ഷൻ എ അന്ന മൽഹോത്ര. അന്ന മൽഹോത്ര ആദ്യത്തെ വനിത IAS-കാരിയാണ്. അതുപോലെ സ്നേഹലത ശ്രീവാസ്തവയാണ് ആദ്യത്തെ ലോക്സഭ സെക്രട്ടറി ജനറൽ. ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് സ്നേഹലത ശ്രീവാസ്തവ. VS രമാദേവി ഇലക്ഷൻ കമ്മീഷണർ മാത്രമല്ല, VS രമാദേവി രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ വനിതയാണ് VS രമാദേവി. അപ്പോൾ നമ്മൾ അഡീഷണൽ പോയിന്റ്സ് കൂടി ഒപ്പം ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. 15ാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം, അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം വിളിക്കുന്നത് നിർവാചൻ സദൻ എന്നുള്ള പേരിലാണ്. ഓപ്ഷൻ സി നിർവാചൻ സദൻ. ഡൽഹിയിലാണ് നിർവാചൻ സദൻ സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക. ധോൽപൂർ ഭവൻ. ധോൽപൂർ ഭവൻ UPSCയുടെ ആസ്ഥാന മന്ദിരമാണ്. ധോൽപൂർ ഭവൻ ഇതും ഡൽഹിയിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ ഭവൻ എന്നുള്ളത് ISROയുടെ ആസ്ഥാന മന്ദിരമാണ്. ഇതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ISROയുടെ ആസ്ഥാന മന്ദിരം അന്തരീക്ഷ ഭവനാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണെന്ന്. ഇന്ത്യയിലെ ഒരു വ്യക്തിയെ ലോകസഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലോക്സഭയിൽ മാത്രമല്ല MLA ആയിട്ട് വരാനും കുറഞ്ഞ പ്രായം വരുന്നത് 25 വയസ്സ് തന്നെയാണ്. അതേസമയം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം മത്സരിക്കുന്നതിനും മെമ്പർ ആവുന്നതിനും അതുപോലെ തന്നെ പ്രസിഡന്റ് ആവാൻ ആണെങ്കിൽ കൂടി 21 വയസ്സ് മതി. 21 വയസ്സാണ് പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത്. അതുപോലെ 30 വയസ്സ് വരുന്നത് രാജ്യസഭയിലാണ്. രാജ്യസഭയിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ 30 വയസ്സാണ് വേണ്ടത്. അതേസമയം ലോക്സഭയിലേക്ക് 25 വയസ്സും ഗവർണറായിട്ട് വരാനാണെങ്കിൽ 35 വയസ്സ്. എല്ലാ ഈ വയസ്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 21 വയസ്സ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും, 25 ആണെങ്കിൽ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, 30 വയസ്സ് വരുന്നത് രാജ്യസഭയിൽ, 35 വയസ്സ് വരുന്നത് ഗവർണർ, രാഷ്ട്രപതി തുടങ്ങിയ തസ്തികകളിലേക്കാണ്. 17ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആയിട്ടുള്ള വ്യക്തി ആരാണെന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ഓപ്ഷൻ ബി ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗി ഹിമാചൽ പ്രദേശിലാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി. 18ാമത്തെ ചോദ്യം, ആരെല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ശുപാർശ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രകാരം ഒരു പ്രത്യേകം സമിതി രൂപം കൊണ്ട് ആ സമിതി വേണം ഇലക്ഷൻ കമ്മീഷണറെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന മെമ്പർമാർ, ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, മറ്റൊന്ന് പ്രധാനമന്ത്രിയും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും. ഇവർ 3 പേരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരാണ് ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സൺ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ മെമ്പർമാരെയും ഇവർ 3 പേരെയും നിയമിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇവർ 3 പേരുമാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വേണമെന്ന് സുപ്രീം കോടതിയുടെ ശുപാർശ. 19ാമത്തെ ചോദ്യം, നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ്. ഇത്തരത്തിലുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർ പിന്നീടായിരിക്കും കാണുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ സ്റ്റാറ്റിക് സബ്ജക്റ്റിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് നോക്കി താഴെ കമൻറ്റ് ചെയ്യുക. 20ാമത്തെ ചോദ്യം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമം ഏതാണെന്നാണ്. കേന്ദ്ര സർക്കാർ ഒരു നിയമം മുൻപ് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണിത്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരം. ജനപ്രതിനിധി നിയമം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, RPA ആക്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. RPA ആക്ട് വന്നിട്ടുള്ള വർഷം 1950-ലാണ് ഈ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. വിവരാവകാശ നിയമം, സേവനാവകാശ നിയമം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ജനപ്രതിനിധി നിയമം അല്ലെങ്കിൽ RPA ആക്ട്. വിവരാവകാശ നിയമം നിങ്ങൾക്കറിയാം വന്ന വർഷം 2005-ആണ്. അതുപോലെ തന്നെ സേവനാവകാശ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വന്നത് 2012-ലാണ്. സർക്കാർ ഓഫീസുകളിൽ നിന്ന് സേവനം ലഭിക്കുന്നത് അവകാശമാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് 2012-ലെ സേവനാവകാശ നിയമം. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആക്റ്റാണ്. അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം 2013-ലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് 2013-ലെ.
NFSA ആക്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ആകെ 20 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഉജ്ജ്വൽ PSCയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. ലക്ഷ്യ, ടാലന്റ്, PSC ത്രില്ലർ, പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം ujwalcart.com-ലൂടെ. എല്ലാ പുസ്തകങ്ങൾക്കും 30% മുതൽ 70% വരെ ഡിസ്കൗണ്ടും ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് PSC ബുക്ക് ഷോറൂം നിങ്ങളുടെ വിരൽ തുമ്പിൽ. വിസിറ്റ് www.ujwalcart.com.